ഇതാ നല്ല ഉലുവച്ചപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ തോരൻ വെക്കുന്ന എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ് കൂട്ടുകാരെ. ഇന്ന് ഞായറാഴ്ച ഈ കർണാടകയിൽ നിന്ന് കുറെ ഗൗഡന്മാർ വരും. അവർ നല്ല നല്ല ഫ്രഷ് പച്ചക്കറിന്റെ ഐറ്റംസുകൾ എല്ലാം കൊണ്ടുവരും. കുറച്ച് വില കൂടുതലാണ്, നല്ലതല്ല. ഇത് 3 കെട്ടുണ്ട്. ഒരു കെട്ടിന് 20 രൂപയാണ്. പക്ഷെ 3 എടുക്കുമ്പോൾ 50 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് ഇന്ന്. ഞായറാഴ്ച എല്ലാവർക്കും അറിയാം ഇവിടെ കർണാടകയിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ നല്ല ആൾക്കാരുണ്ടാവും കർണാടക, ഇത് നമ്മുടെ കാസർഗോഡ് ടൗണിൽ നല്ല നല്ല പച്ചക്കറി ഐറ്റംസ് ആണ് വരുന്നത്. അവരവിടെ നല്ല സ്വന്തം അവരുടെ സ്ഥലത്തിൽ കൃഷി ഉണ്ടാക്കും. എന്നിട്ട് എല്ലാ സൺഡേയും ഇവിടെ ഇത് മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട്. പാലക്കര എല്ലാം ഉണ്ടാവും. ഉള്ളി, തക്കാളി, നല്ല നല്ല ഐറ്റംസ് ആണ്. പിന്നെ ഫ്രഷ് ആണ് എല്ലാം. ഇതല്ല അവിടെ സ്വന്തം സ്ഥലത്തിൽ ഉണ്ടാക്കിയ സാധനമാണ്. ഇതിപ്പോ നമ്മ കഴുകി എടുക്കാം. ഇങ്ങനെ കെട്ടയച്ചിട്ട് മുറിച്ചിട്ട് കഴുകാം. ഇത് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഈ ഇല ഐറ്റംസ് എല്ലാം കറി വറവെല്ലാം വെച്ചാൽ നല്ലതാണ്. നല്ല വിറ്റാമിൻ ഉള്ളത്. ഞായറാഴ്ച ആകുമ്പോൾ എല്ലാ ആൾക്കാരും വരും ടൗണിലേക്ക് ഇത് വാങ്ങാൻ തന്നെ. ഇവർ വരും എല്ലാവർക്കും അറിയാം. ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും കാസർഗോഡ് ടൗണിൽ. രാവിലെ പോകണം. അപ്പൊ രാവിലെ ആകുമ്പോൾ നല്ല ഫ്രഷ് ഉണ്ടാവും. അവർ വൈകുന്നേരം വരെ ഉണ്ടാവും. എല്ലാം തീർത്തിട്ടേ പോകും അന്നേ ദിവസം. കൈകി എടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാം. ഫ്രഷ് ഇലയാണ്, എന്നാലും കർണാടകയിൽ നിന്ന് വരുന്നതല്ല, ദൂരത്തുനിന്ന് വരുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടാവില്ല കെമിക്കൽസ്. എന്നാലും നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ മുറിക്കാം. ഇതിന്റെ കൂടെ ഇടാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് നമുക്കൊരു വറവുണ്ടാക്കാം. അപ്പൊ ഈ ഉലുവച്ചപ്പിന്റെ കയ്പ്പ് ഉണ്ടാവില്ല. ഈ തക്കാളി ഉരുളക്കിഴങ്ങെല്ലാം ഇടുമ്പോ മിക്സ് ആകുമ്പോ കയ്പുണ്ടാവില്ല. പിന്നെ ഈ ഉലുവച്ചപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ല ആവുന്നേ. അപ്പൊ അതിന്റെ കൂടെ ഇതെല്ലാം ഇടുമ്പോ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണവാ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതെല്ലാം മുറിച്ചിട്ടായി. ഇനി ഉരുളക്കിഴങ്ങ് മുറിക്കാം. ഇത്ര ചെറിയ പീസാക്കുന്നുണ്ട്. പിന്നെ പകുതി സവാളയും വേണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. തക്കാളി മുറിക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇടും. അങ്ങനെ ഞാൻ 2 എണ്ണ എടുത്തത്. പകുതി സവാള. മുറിക്കൽ പരിപാടിയായി. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മുറിച്ചിട്ടായി. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കൊണ്ട് വന്നു. സവാള ഇട്ട് കൊടുക്കാം. സവാള പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് കളറ് മാറി ലൈറ്റ് ബ്രൗൺ കളറിൽ വരണം. അതുവരെ വഴറ്റി കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കുറച്ച് മിക്സാക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ നല്ലോണം ഒന്ന് മിക്സാക്കാം. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയിലെല്ലാം കുറച്ച് പച്ചമണമെല്ലാം മാറി കിട്ടട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഉലുവച്ചപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം കുറച്ച് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇപ്പം മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഉലുവച്ചപ്പെല്ലാം വാടി കഴിഞ്ഞിട്ട്. ഇതാ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് നേരത്തെ ഉപ്പിട്ടില്ല. ആദ്യം ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടത് മാത്രം. ഉപ്പ് ആവശ്യമുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഒരു ചെറിയ കഷ്ണം ബെല്ലം ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി.
ആ ഒന്ന് കയ്പ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് തേങ്ങ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ഇതള് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ ഇട്ടിട്ട് മൂടി കൊടുക്കാം. ഓരോരോ മിനിറ്റ് ചെറുതീയിൽ വേവിട്ട്. അപ്പോഴത്തേക്ക് തോരൻ റെഡിയായി. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. നിങ്ങളെങ്ങനെ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ.